ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായിട്ട് മോര് കാച്ചണതാണെന്ന് ഞാൻ വീഡിയോയിലിട്ടുള്ള റെസിപ്പി. ഈ മോര് കാച്ചാൻ വേണ്ട സാധനങ്ങൾ: അരപ്പിന് ഒരു വലിയ മുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂണ് ജീരകം, 3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 3/4 കപ്പ് കട്ടിമോരാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലാണ് ഞാൻ ഈ മോര് കാച്ചണത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവട്ട് പൊട്ടിക്കുക. അപ്പോൾ ഈ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ആ 3/4 കപ്പ് കട്ടി മോരുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മോരൊക്കെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ മോര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കുമ്പോൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മോര് കാച്ചല്ലേ, അതുകൊണ്ട്. ഈ അരപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ഇങ്ങനെ തള വരാൻ പറ്റില്ല. തളയൊന്നും ഇങ്ങനെ മേതയ്ക്ക് ഇങ്ങനെ പതം ഇങ്ങനെ വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം. ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് മേതയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഈ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ, അപ്പം കറി ഒന്നും കൂടി അതിൽ നിന്നിട്ട് കുറുകി വരും കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കറിയാണിത്. ഇതിൽ വലിയ എരിവൊന്നും ചേർത്താത്തതിനെ കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കറിയായിട്ട് ഇത് കൊടുത്തയക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.